ഇതുപോലെ ചെവിയുടെയൊക്കെ സൈഡിൽ നെറ്റിത്തടത്തിലൊക്കെ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ മുടി നരച്ചു വരുന്ന പ്രശ്നം പരിഹരിക്കാനായിട്ട് കെമിക്കലുകൾ ചേർത്തിട്ടുള്ള ഡൈ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള വീട്ടിൽ തയ്യാറാക്കിയ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ മുടി നരയ്ക്കുന്നത് നമുക്ക് ഒരുപാട് തടയാനായിട്ട് കഴിയും. നമുക്കൊക്കെ അറിയാം കെമിക്കലുകളുള്ള ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുതൽ മുടി നരയ്ക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും ഈ ഒരു ഡൈ മാത്രം മതി കേട്ടോ. ഇന്ന് നമ്മൾ നെല്ലിക്കയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ ഡൈ ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഒന്നോ രണ്ടോ നെല്ലിക്ക മാത്രം മതി. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉലുവയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഉലുവ നമുക്കറിയാം തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം കൊണ്ട് മുടി കഴുകിയെടുത്താൽ പോലും മുടിയുടെ പൊട്ടൽ, ഉള്ളു കുറവൊക്കെ പരിഹരിക്കാനായിട്ട് കഴിയും. നമ്മളിത് ഉലുവ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 പിടി കറുവേപ്പിലയാണ്. നല്ലതുപോലെ കഴുകിയെടുത്തത് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. കറിവേപ്പില മുടി വളരാൻ മാത്രമല്ല മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് 1 2 നെല്ലിക്ക നല്ലതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നെല്ലിക്കയുടെ പൊടി ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഈ ഒരു സ്റ്റേജിലല്ല കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്, അത് ഞാൻ പിന്നെ വീഡിയോയിൽ പറയാം. മുടി കൊഴിച്ചിലുള്ളവർ 1 2 നെല്ലിക്കയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ജ്യൂസ് അടിച്ച് ദിവസവും കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ നീരിലാണ് കേട്ടോ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ അരിച്ചെടുക്കുന്നത് ഇതിലുള്ള ചണ്ടിയൊക്കെ നമ്മൾ അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയിലൊക്കെ പറ്റി പിടിച്ചിട്ട് പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അതേ നമ്മൾ നല്ലതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കേണ്ടത് ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലായിരിക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരുന്ന ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. ഈ ഒരു വെള്ളം പകുതിയായിട്ട് വറ്റി വരുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഈ ഒരു വെള്ളം നമുക്ക് ഹെയർ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്യുവാണെങ്കിൽ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഇതേ നമ്മുടെ ആ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയം ഇതിൻ്റെ കളർ ചേഞ്ച് ആവും കേട്ടോ. പിന്നെ പതുക്കെ പതുക്കെ ഇത് നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വരും. ഈ ഒരു ഹെയർ ഡൈ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇത് സെറ്റാവാനായിട്ട് ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട. നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞാൽ തണുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുമാത്രമല്ല ഇതിന് നല്ലൊരു മണവും കൂടാണ് കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു മണമാണ്. ഇപ്പം നമ്മൾ എടുത്ത ആ ഒരു വെള്ളം വറ്റി പകുതിയോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നെല്ലിക്കയുടെ പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. 1 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കയുടെ പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹെന്ന പൗഡറാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കി വാങ്ങണം കേട്ടോ. ഡേറ്റ് കഴിയാത്തതൊക്കെ വേണം വാങ്ങാനായിട്ട്. അത് 1 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മുടിയുടെ നീളത്തിനും തിക്നെസ്സിനും ഒക്കെ അനുസരിച്ച് 2 3 ഒക്കെ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഹെന്ന പൗഡറിൻ്റെ ആയാലും നെല്ലിക്കാപ്പൊടിയുടെ ആയാലും പാക്കറ്റ് നമ്മൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എയർ കയറാത്ത നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇല്ലാന്നെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടില്ല. ഇപ്പം നമ്മുടെ ഡൈ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷമുള്ള നമ്മുടെ ഹെയർ ഡൈ ആണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഡൈ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു രാത്രി നമുക്ക് സെറ്റാകാനൊക്കെ മാറ്റി വെക്കേണ്ടതുണ്ട്. ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് ശീലമുള്ളവരാണെങ്കിൽ ഈ ഒരു ഡൈ 1 2 പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ ആദ്യം വന്നിട്ട് 2 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയൊക്കെ കറുത്ത് തുടങ്ങുന്നൊരു സമയത്ത് മാസത്തിൽ 1 രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ നാച്ചുറൽ ആണല്ലോ. അപ്പോൾ അത് പിടിക്കാനായിട്ട് കുറച്ചൊരു സമയം നമുക്ക് വേണ്ടി വരും. പക്ഷേ ഇതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മുടിക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ മുടി കറുക്കാനും പുതിയ മുടികൾ നരയ്ക്കാതിരിക്കാനും ഒക്കെ സഹായിക്കും. ഇനി
ഈ ഒരു ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്കുണ്ടാകാൻ പാടില്ല. ഷാംപൂ വാഷ് ചെയ്ത് നല്ല ഉണങ്ങിയ മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം സെറ്റ് ആവാനായിട്ട് വെച്ചിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. നമ്മുടെ താടിയിലും മുടിയിലുമൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് പോലും മുടി നരയ്ക്കാറുണ്ട്. ഞാൻ എൻ്റെ മോളുടെ മുടിയിലും ഈ ഒരു ഡൈ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഹെയർ പാക്ക് പോലെ അപ്ലൈ ചെയ്ത് ആഴ്ചയിൽ 1 പ്രാവശ്യം എന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ഡേയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.